നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 35 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ള സ്ത്രീകളാണെങ്കിൽ അവർക്ക് വളരെ സന്തോഷകരമായ വാർത്തയുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. കഴിഞ്ഞ മാസം സർക്കാർ പ്രഖ്യാപിച്ച വീട്ടമ്മമാർക്കുള്ള 1000 രൂപയുടെ പെൻഷൻ പദ്ധതിയുമായി സർക്കാർ വരികയാണ്. അതിനിപ്പോൾ അപേക്ഷ തുടങ്ങിയിട്ടുണ്ട്. അപേക്ഷാ ഫോം എവിടെയാണ് ലഭിക്കുക? അപേക്ഷയോടൊപ്പം എന്തെല്ലാം രേഖകൾ നമ്മൾ ഹാജരാക്കേണ്ടി വരും? ഏത് മാസം മുതലാണ് നമുക്ക് പെൻഷൻ ലഭിക്കുക? ഈ ഒരു പെൻഷൻ എത്ര മാസം നമുക്ക് ലഭിക്കും? എത്ര കാലം നമുക്ക് ലഭിക്കും? എന്നതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇൻഫർമേഷൻ മീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ, രാഷ്ട്രീയപരമായ കാര്യങ്ങൾ എന്നിവയെക്കുറിച്ചുകളൊന്നും വീഡിയോസ് വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അത് നമ്മൾ നോക്കാൻ പോകുന്നത് എന്തെല്ലാം രേഖകളായിരിക്കും ഇതിന് ഹാജരാക്കേണ്ടി വരിക എന്നുള്ളതാണ്. ഇത് നമുക്ക് ആദ്യം വേണ്ട രേഖ നമ്മുടെ പ്രായം 35 വയസ്സിനും 60 വയസ്സിനും ഇടയിലാണെന്ന് തെളിയിക്കുന്ന രേഖയാണ്. അത് നമുക്ക് നമ്മുടെ ജനന സർട്ടിഫിക്കറ്റ്, അതല്ലെങ്കിൽ സ്കൂൾ സർട്ടിഫിക്കറ്റ്, SLC ബുക്കോ അല്ലെങ്കിൽ സ്കൂൾ സർട്ടിഫിക്കറ്റോ, അതുമല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട്, പാൻ കാർഡ്, ഇതിലേതെങ്കിലും ഒരു രേഖ നമ്മൾ ഹാജരാക്കേണ്ടി വരും. ഇതിൻ്റെ കോപ്പി നമ്മൾ ആദ്യം എടുക്കണം. അതുപോലെ തന്നെ ഈ സർട്ടിഫിക്കറ്റുകളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പ്രായം തെളിയിക്കുന്ന ഒരു മെഡിക്കൽ രേഖ നമ്മൾ ഹാജരാക്കിയാൽ മതി. നമ്മുടെ അടുത്തുള്ള ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ നമുക്കിത് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ റേഷൻ കാർഡ്, നമ്മുടെ റേഷൻ കാർഡ് മഞ്ഞ, ചുവപ്പ് റേഷൻ കാർഡുകളായിരിക്കണം. എങ്ങനെയാണ് മഞ്ഞ ചുവപ്പ് റേഷൻ കാർഡുകൾ നമുക്ക് ലഭിക്കുക? ഇപ്പോൾ വെള്ള റേഷൻ കാർഡ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ചുവപ്പിലേക്ക് മാറാൻ അവസരമുണ്ട്. അതെങ്ങനെ ലഭിക്കുക നമുക്ക് ഞാൻ പറഞ്ഞു തരാം. അതുപോലെ തന്നെ പിന്നീട് നമുക്ക് വേണ്ടത് ഒരു ആധാർ കാർഡിൻ്റെ കോപ്പിയാണ്, നമ്മുടെ ആധാർ കാർഡിൻ്റെ കോപ്പി. അതുപോലെ തന്നെ ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പി. നമുക്ക് 1000 രൂപ ഏത് അക്കൗണ്ടിലേക്കാണോ വരുന്നത് ആ ഒരു ബാങ്കിൻ്റെ പാസ്ബുക്കിൻ്റെ കോപ്പി എന്നിവ, ഈ 4 രേഖകളാണ് നമുക്ക് ഇതിന് ആവശ്യമുള്ളത്. ഇനി നമുക്ക് വളരെ വിശദമായി നോക്കാം. നമ്മുടെ വയസ്സ് 35 വയസ്സിനും 60 വയസ്സിനും ഇടയിലായിരിക്കണമെന്ന് പറഞ്ഞു. 60 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് വാർദ്ധക്യ പെൻഷൻ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് പെൻഷൻ ലഭിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. വിധവാ പെൻഷൻ ലഭിക്കുന്ന ആളുകളുണ്ട്, കാർഷിക പെൻഷൻ ലഭിക്കുന്ന ആളുകളുണ്ട്, ഡിസബിലിറ്റി പെൻഷൻ ലഭിക്കുന്ന ആളുകളുണ്ട്. ഇങ്ങനെയുള്ള പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് ഈ ഒരു പണം ലഭിക്കുകയില്ല. ഇതുവരെ സർക്കാരിൽ നിന്നും ഒരു രൂപ പോലും പെൻഷൻ ലഭിക്കാത്ത ആളുകൾക്കാണ് ഇപ്പോൾ ഈ ഒരു സഹായം നൽകുക. അത് നമ്മൾ നമ്മുടെ വയസ്സിലേക്കുന്ന രേഖ ഹാജരാക്കേണ്ടി വരും. അതിനുശേഷം നമ്മൾ ഹാജരാക്കുന്ന മറ്റൊരു രേഖയാണ് മഞ്ഞ, ചുവപ്പ് റേഷൻ കാർഡിന് ഉപയോഗിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് ഈ ഒരു പെൻഷൻ ലഭിക്കുക. അതുകൊണ്ട് മഞ്ഞ, ചുവപ്പ് റേഷൻ കാർഡുകൾ നിർബന്ധമായിട്ടും ഇതിന് വേണം. നമുക്കറിയാം, സർക്കാർ ഇപ്പോൾ വെള്ള റേഷൻ കാർഡ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് മഞ്ഞയിലേക്ക് മാറാനൊരു അവസരം തന്നിരുന്നു. അന്ന് അപേക്ഷ കൊടുത്ത 98% ആളുകൾക്കും ഇപ്പോൾ ചുവപ്പ് റേഷൻ കാർഡിലേക്ക് മാറിയിട്ടുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ പഞ്ചായത്ത് ഇലക്ഷൻ അടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിയമസഭാ ഇലക്ഷൻ കൂടി നടക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ അപേക്ഷിക്കുന്ന എല്ലാ ആളുകൾക്കും ഇപ്പോൾ ചുവപ്പ് റേഷൻ കാർഡ് ലഭിക്കുന്നുണ്ട്. അതിന് വളരെ കുറച്ച് നിബന്ധനകൾ മാത്രമാണ് ഇപ്പോൾ സർക്കാർ വെക്കുന്നത്. 1000 സ്ക്വയർ ഫീറ്റിന് താഴെ വീട്ടിൽ താമസിക്കുന്ന ആളുകളാണെങ്കിൽ അവർ കൂടുതൽ രേഖകളൊന്നും ഹാജരാക്കേണ്ട ആവശ്യമില്ല. അവർക്ക് ചുവപ്പ് റേഷൻ കാർഡിലേക്ക് ഇപ്പോൾ മാറുന്നുണ്ട്. അതുപോലെ തന്നെ വാടക താമസിക്കുന്ന ആളുകളാണെങ്കിൽ, അവന് എത്ര വലിയ വീടുകളിലാണെങ്കിലും വാടകയ്ക്ക് താമസിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ആ വാടക എഗ്രിമെൻറ്റ് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ചുവപ്പ് റേഷൻ കാർഡിലേക്ക് മാറുന്നുണ്ട്. അതുപോലെ തന്നെ വീട്ടിൽ സ്ഥിരമായി അസുഖമുള്ള ആളുകൾ, മരുന്ന് കഴിക്കുന്ന ആളുകൾ എന്നിങ്ങനെയുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്കും ഇപ്പോൾ ചുവപ്പ് റേഷൻ കാർഡിലേക്ക് മാറുന്നുണ്ട്. അക്ഷയ കേന്ദ്രങ്ങൾ വഴിയാണ് നിങ്ങൾ ഇതിന് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവരിലേക്ക് മാറുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ മാസമെല്ലാം അപേക്ഷ കൊടുത്ത 98% ആളുകൾക്കും ഇപ്പോൾ ചുവപ്പ് റേഷൻ കാർഡ് ആയിട്ടുണ്ട്. ഈ ഒരു അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. അപ്പോൾ നമുക്ക് വേണ്ട ഈ ഒരു പെൻഷന് വേണ്ടത് മഞ്ഞ, ചുവപ്പ് റേഷൻ കാർഡ് ഉപയോഗിക്കുന്ന ആളുകൾക്കാണ് ഈ ഒരു പെൻഷൻ ലഭിക്കുക. അതിനുശേഷം നമ്മുടെ ആധാർ കാർഡ് വേണം. ആധാർ കാർഡ് നമ്പർ അവർ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ആർക്കെല്ലാമാണ് പെൻഷൻ ലഭിക്കുന്നത്, ആർക്കെല്ലാമാണ് സഹായം ലഭിക്കുന്നത് അറിയാൻ സാധിക്കും. അങ്ങനെ ലഭിക്കുന്ന ആളുകൾക്കും ഈ ഒരു പെൻഷൻ ലഭിക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ കോപ്പി നിർബന്ധമായിട്ടും വേണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് പണം അക്കൗണ്ടിലേക്കായിരിക്കും വരിക. അതിന് നിങ്ങളുടെ ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പി വേണം. ഈ ഒരു ബാങ്ക് പാസ്ബുക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ആധാർ കാർഡുമായി പാൻ കാർഡുമായി ലിങ്ക് ചെയ്ത അക്കൗണ്ട് ആയിരിക്കണം. എങ്കിൽ മാത്രമാണ് തടസ്സമില്ലാതെ നിങ്ങൾക്ക് ആ പണം ലഭിക്കുകയുള്ളൂ. ഇങ്ങനെയുള്ള ഈ 4 കാര്യങ്ങൾ ഇടയാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ വാർഡ് മെമ്പർ മുഖേനയോ അല്ലെങ്കിൽ പഞ്ചായത്തിൽ നിന്ന് നിങ്ങൾക്കൊരു അപേക്ഷാ ഫോം ലഭിക്കും. ഒരു 2 പേജിലൊരു അപേക്ഷാ ഫോമാണത്. അതിൽ മലയാളത്തിലോ ഇംഗ്ലീഷിലോ എങ്ങനെയെങ്കിലും ഒന്ന് പൂരിപ്പിച്ച് നിങ്ങൾ സെക്രട്ടറിക്ക് നേരിട്ട് അപേക്ഷ സമർപ്പിക്കുക. അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ അവർ ഒന്നുകൂടി അവർ അന്വേഷിക്കും.
നിങ്ങളുടെ ആധാർ കാർഡുമായി ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഏതെങ്കിലും പെൻഷൻ ലഭിക്കുന്നുണ്ടോ എന്ന് നോക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ കാർഡ് വെള്ളയോ നീലയോ ചുവപ്പാണോ എന്ന് അവർ നോക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ബാങ്ക് പാസ്ബുക്ക് ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പെൻഷൻ പണം അപ്രൂവൽ ആകുന്നതാണ്. ഈ ഒരു അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. 35 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ള സ്ത്രീകൾക്കാണ് ഈ ഒരു സഹായം ലഭിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും